ക്രിക്കറ്റ് 1947 ഇന്ത്യ വിട്ട് ബ്രിട്ടീഷുകാർ എന്നേക്കുമായിട്ട് പോയപ്പോൾ നമുക്ക് തന്നിട്ട് പോയ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ക്രിക്കറ്റ്, പിന്നെ ഒന്ന് ദാരിദ്ര്യം. അതായത് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും നമ്മൾ ഇന്ത്യക്കാരെ അതുപോലെ ചൂഷണം ചെയ്തിട്ടാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം വിടുന്നത്. അവരൊരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല, അതായത് അവർ പഠിപ്പിച്ചു തന്നൊരു ഗെയിം ക്രിക്കറ്റ്, ആ ഒരു ഗെയിമിൽ നമ്മൾ ഒരു വലിയ ശക്തിയായി മാറുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ചരിത്രമൊന്നുമല്ല. ഈ ചരിത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഈ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഗെയിം, ഈ ഒരു സ്പോർട്ട് ഇത്രയും പ്രചാരത്തിൽ എങ്ങനെയായി ഇന്ത്യയിൽ. അതായത് നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കിക്കഴിഞ്ഞ് ജനങ്ങളിലേക്ക് ആ പ്രോഡക്റ്റ് എത്തണമെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിന് ഒരു മുഖം ഉണ്ടാകും, അല്ലേ? അപ്പോൾ നമ്മൾ ഒരു സിനിമാ താരത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ക്രിക്കറ്ററെ നമ്മൾ സമീപിക്കും. കാരണം ആ മുഖം ജനങ്ങൾക്ക് പരിചയമുള്ളതുകൊണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ് ക്രിക്കറ്റ് എന്ന ഒരു പ്രോഡക്റ്റിനെ ശരിക്കും നമ്മൾ പല സൂപ്പർ സ്റ്റാർസ്, കാലാകാലങ്ങളെ വന്ന പല സൂപ്പർ സ്റ്റാർസിനെയും വെച്ച് നമ്മൾ മാർക്കറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ നമ്മളെ സഹായിച്ച ആ സൂപ്പർ സ്റ്റാർസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് സുനിൽ ഗവാസ്കറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം 1970കളിലും 80കളുടെ തുടക്കകാലങ്ങളിലുമെല്ലാം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ്, ഒരു ബാറ്റിംഗ് ജീനിയസ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 10,000 റൺസ് കണ്ടെത്തുന്ന ആദ്യ ബാറ്റ്സ്മാനാണ് സുനിൽ ഗവാസ്കർ. വിദേശ പിച്ചുകളിൽ, അതായത് വെസ്റ്റ് ഇൻഡീസ്, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് എന്നീ പേസും ബൗൺസും ഉള്ള പിച്ചുകളിൽ പോയി ഒരു ഹെൽമെറ്റ് പോലും ഇല്ലാതെ ഓരോ ഓവറിൽ 6 ബൗൺസർ എറിയാവുന്ന ഒരു കാലഘട്ടത്തിൽ അത്രയും റൺസ് കണ്ടെത്തുക എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല. ഈ ഒരു കാലഘട്ടത്തിൽ TV ഒന്നും അത്ര പ്രചാരത്തിലുള്ള ഒരു സമയമല്ല. പല ആളുകളും റേഡിയോ ആയിരുന്നു കൂടുതലും ഉപയോഗിച്ചിരുന്നത്. സുനിൽ ഗവാസ്കറിൻ്റെ ബാറ്റിംഗ് പലരും ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ആളുകളെ റേഡിയോയുടെ മുന്നിൽ പിടിച്ചിരുത്താൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സുനിൽ ഗവാസ്കർ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലയളവിൽ തന്നെയാണ് കപിൽ ദേവിൻ്റെ വരവ്. 1970കളുടെ അവസാനമാണ് കപിൽ ദേവ് ആദ്യമായി ഇന്ത്യൻ ടീമിലെത്തുന്നത്. എങ്കിലും 1983 ഇന്ത്യക്ക് വേണ്ടി ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ കപിൽ ദേവ് വേൾഡ് കപ്പ് നേടുന്നു. 1983 ആ ഒരു വേൾഡ് കപ്പ് വിജയം ശരിക്കും ഇന്ത്യയിൽ ക്രിക്കറ്റിൻ്റെ പ്രചാരം വളരെയേറെ ഉയർത്തിയിട്ടുണ്ട്. പ്രചാരം ഉയർത്തുക മാത്രമല്ല, ഭാവിയിൽ പിന്നീട് വന്ന പല കളിക്കാർക്കും നമ്മളെക്കൊണ്ട് നേടാൻ സാധിക്കും, ഒരു ലോകകപ്പ് വിജയം നമ്മളെക്കൊണ്ടും സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം പകരാൻ കപിൽ ദേവിൻ്റെ ഈ ടീമിന് വേൾഡ് കപ്പ് നേടിയതിലൂടെ സാധിച്ചു. കപിൽ ദേവ് ഇന്ത്യയുടെ ആദ്യത്തെ മോഡേൺ ഡേ ക്രിക്കറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. സുനിൽ ഗവാസ്കർ ഒരു പ്രോപ്പർ ടെസ്റ്റ് പ്ലെയർ ആയിരുന്നു. അദ്ദേഹം 125ഓളം ടെസ്റ്റുകൾ കളിച്ചിട്ടുണ്ട്, 10,000-ലേറെ റൺസുകൾ നേടിയിട്ടുണ്ട്, 50-ന് മുകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരാശരി. എന്നാൽ ഏകദിന ക്രിക്കറ്റിൽ വരുമ്പോൾ സുനിൽ ഗവാസ്കർ ആകെ കളിച്ചിരിക്കുന്ന 108 ഏകദിന മത്സരങ്ങൾ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ആവറേജ് 35-ഉം അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 60-ന് മുകളിൽ വരും. കപിൽ ദേവ് ഇന്ത്യയുടെ ഒരു പ്രോപ്പർ ഓൾറൗണ്ടറാണ്. 1983 വേൾഡ് കപ്പിൽ സിംബാബ്വെക്കെതിരായ മത്സരം നമ്മൾ തോറ്റിരുന്നെങ്കിൽ ഉറപ്പായും നമുക്ക് ഫൈനലിൽ കയറാൻ സാധിക്കില്ല. പക്ഷേ ആ ഒരൊറ്റ മത്സരം അദ്ദേഹം ഒരു സിംഗിൾ ഹാൻഡഡ്ലി കൊണ്ടുപോയെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ആ 175 ശരിക്കും നമ്മളെ ആ മത്സരത്തിൽ നമ്മളെ ജയിപ്പിക്കാൻ സഹായിച്ച ഒരു ക്രൂഷ്യൽ ഇന്നിങ്സ് ആയിരുന്നു. സുനിൽ ഗവാസ്കറിനെ അപേക്ഷിച്ച് കപിലിൻ്റെ ഒരു ശൈലി കുറച്ചുകൂടെ അറ്റാക്കിംഗ് ആയിട്ടുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ടെസ്റ്റിലും ഏകദിനത്തിലും അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 90+ ആണ്. അതേസമയം സുനിൽ ഗവാസ്കറിൻ്റെ ഏകദിനത്തിലെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 60+. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് എലമെൻറ്റ് ശരിക്കും ക്രിക്കറ്റിൽ ഇന്ത്യയിൽ കൊണ്ടുവരാൻ കപിൽ ദേവിന് സാധിച്ചിട്ടുണ്ട്. 1980കളുടെ അവസാനവും 90കളുടെ ആദ്യവും ഇന്ത്യയുടെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് കപിൽ ദേവ് തന്നെയായിരുന്നു. പക്ഷെ അതിനുശേഷം പുതിയൊരു സൂപ്പർ സ്റ്റാർ ഇന്ത്യക്കായി അവതരിച്ചു, സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയിൽ ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് വേണമെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറിനെ വിശേഷിപ്പിക്കാം. 1970കളിലും 80കളിലും BCCI ദൂരദർശന് അങ്ങോട്ട് കാശ് കൊടുത്താണ് മാച്ചസ് ബ്രോഡ്കാസ്റ്റ് ചെയ്തിരുന്നത്. 1987 വേൾഡ് കപ്പ് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി നടന്ന ആ വേൾഡ് കപ്പ്, അവിടെയാണ് BCCIക്ക് ബ്രോഡ്കാസ്റ്റിംഗ് മേഖലയിലെ സാധ്യതകളെക്കുറിച്ച് തിരിച്ചറിഞ്ഞത്.
സച്ചിൻ ടെണ്ടുൽക്കർ ഗ്ലോബലൈസേഷന് ശേഷമുള്ള ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആണെന്ന് പറയാൻ കാരണം 91 ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം കൂടുതൽ സാറ്റലൈറ്റ് TV ചാനലുകൾ ഇന്ത്യയിൽ വന്നു. ഈ 1990കളും 2000സും ശരിക്കും സച്ചിൻ്റെ പീക്ക് കരിയറാണ്. സച്ചിൻ്റെ കളി കാണാൻ വേണ്ടി മാത്രം ആളുകൾ TVക്ക് മുന്നിൽ ഇരിക്കാൻ തുടങ്ങി. ഗ്ലോബലൈസേഷന് ശേഷം ഇന്ത്യയിൽ ഒരുപാട് കമ്പനികൾ വന്നു. ഈ കമ്പനികളുടെ പരസ്യം കാണിക്കുക വഴി ചാനലുകളിൽ മത്സരം സംപ്രേഷണം ചെയ്യുന്ന ആ ഒരു റൈറ്റ്സ് വിൽക്കുക വഴി BCCI കോടികളാണ് സമ്പാദിച്ചത്. ഈ 91 മുമ്പ് ക്രിക്കറ്റ് താരങ്ങൾ പരസ്യങ്ങളിലൊന്നും അധികം അഭിനയിക്കുന്ന ഒരു കാലമായിരുന്നില്ല. കാര്യം വളരെ കുറച്ച് TV ചാനൽസ് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അധികം കമ്പനികളൊന്നും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ 91 ശേഷം, ഗ്ലോബലൈസേഷന് ശേഷം ഒരുപാട് കമ്പനികൾ ഇന്ത്യയിൽ വന്നു. കൂടുതൽ സാറ്റലൈറ്റ് ചാനൽസ് ഇന്ത്യയിൽ വന്നു. അപ്പോൾ അവരുടെ പ്രോഡക്ട്സ് എല്ലാം പരസ്യം ചെയ്യാനായിട്ട് അവർ ക്രിക്കറ്റ് താരങ്ങളെ സമീപിച്ചു തുടങ്ങി. കാരണം ക്രിക്കറ്റേഴ്സിനും ആ ഒരു സമയത്ത് സിനിമാ താരങ്ങളെപ്പോലെ ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടായ ഒരു സമയമായിരുന്നു. സച്ചിൻ കളിച്ച കാലയളവിൽ തന്നെ മറ്റു പല താരങ്ങളും ഉണ്ടായിട്ടുണ്ട്. സൗരവ് ഗാംഗുലി, മുഹമ്മദ് അസറുദ്ദീൻ, രാഹുൽ ദ്രാവിഡ്, VVS ലക്ഷ്മൺ, വീരേന്ദർ സേവാഗ്, ഇവരെല്ലാവരും താരങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ എന്നിരുന്നാലും സച്ചിൻ്റെ ആ ഒരു സ്റ്റാർഡത്തിലേക്കും എത്താൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല. 2000ന്റെ പകുതിയോടുകൂടിയാണ് ഇന്ത്യയുടെ അടുത്ത സൂപ്പർ താരം വരുന്നത്, MS ധോണി. അതുവരെ സച്ചിൻ ഔട്ടായാൽ TV ഓഫ് ചെയ്ത് പോകുന്ന ഒരു ജനതയെ സച്ചിൻ ഔട്ടായാലും TVയുടെ മുന്നിൽ പിടിച്ചിരുത്തുന്ന അതിന് കെൽപ്പുള്ള ഒരു ബാറ്റ്സ്മാനായിരുന്നു MS ധോണി. ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ MS ധോണിക്ക് മുമ്പ് ശരിക്കും ഒരു പ്രോപ്പർ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല. നന്നായി വിക്കറ്റ് കീപ്പ് ചെയ്യാൻ കഴിയുന്ന, ലോവർ ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വിക്കറ്റ് കീപ്പർ, അതായിരുന്നു ഇന്ത്യക്ക് അതുവരെ ഉണ്ടായിരുന്നത്. MS ധോണിയുടെ വരവോടുകൂടി അത് മാറി. MS ധോണി തൻ്റെ തുടക്കകാലത്ത് ടോപ്പ് ഓർഡറിലായിരുന്നു ബാറ്റ് ചെയ്തിരുന്നത്. വളരെ എക്സ്പ്ലോസീവായ ഒരു ബാറ്റിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. പാകിസ്ഥാനെതിരെയും ശ്രീലങ്കയ്ക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ സെഞ്ചുറികൾ അതൊരു തെളിവാണ്. വെസ്റ്റ് ഇൻഡീസിൽ വെച്ച് 2007 നടന്ന വേൾഡ് കപ്പ്, ODI വേൾഡ് കപ്പ്, ആ വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ പ്രകടനം വളരെ മോശമായിരുന്നു. അതിനുശേഷം അതേ വർഷം സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് നടന്ന T20 വേൾഡ് കപ്പ്, ആ വേൾഡ് കപ്പിൽ സീനിയർ താരങ്ങളെ മാറ്റി നിർത്തി ധോണിയുടെ നേതൃത്വത്തിൽ ഒരു യങ് സൈഡിനെ BCCI അയച്ചു. ആ വേൾഡ് കപ്പ് ജയിച്ചതോടുകൂടി ധോണിയുടെ ഒരു താരപരിവേഷം ഒരുപാട് മുകളിലേക്ക് പോയി. പിന്നീട് അദ്ദേഹം ഏതൻ ടീമിൻ്റെ ക്യാപ്റ്റനായി, ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി, വളരെ ലോവർ ഓർഡറിൽ ഇറങ്ങി ഒരു ഫിനിഷർ റോളിൽ അദ്ദേഹം പല മത്സരങ്ങളും ഇന്ത്യക്ക് വേണ്ടി ജയിപ്പിച്ചു. ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച ക്യാപ്റ്റനാണ് MS ധോണി. 3 ICC കിരീടങ്ങൾ ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിലാണ് ഇന്ത്യ നേടിയത്. 2019 ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് പൂർണ്ണമായി വിരമിച്ചെങ്കിലും അദ്ദേഹം ഇപ്പോഴും IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിക്കുന്നുണ്ട്. ഈ 44ാമത്തെ വയസ്സിലും അദ്ദേഹം ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഗാലറിയിലുള്ള ആ ഒരു ആരവം, അത് മാത്രം മതി MS ധോണി എന്ന മനുഷ്യന്റെ സ്റ്റാർഡം എന്താണെന്ന് വെളിപ്പെടുത്താൻ. MS ധോണി ക്യാപ്റ്റനായ സമയത്താണ് അടുത്ത സൂപ്പർ താരത്തിന്റെ വരവ്, വിരാട് കോഹ്ലി. ഇന്ന് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി സച്ചിൻ ടെണ്ടുൽക്കറിന്റെ പേരിലാണ്, 100 സെഞ്ചുറികൾ. അതിന്റെ തൊട്ട് താഴെയായി വിരാട് കോഹ്ലിയുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ ഒരു ബാറ്റിംഗ് ജീനിയസ്, ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച ബാറ്റ്സ്മാൻ, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ സച്ചിൻ ടെണ്ടുൽക്കറിന് ഇന്ത്യക്ക് വേണ്ടി അധികം മത്സരങ്ങളൊന്നും ജയിക്കാൻ സാധിച്ചിരുന്നില്ല. അവിടെയാണ് വിരാട് കോഹ്ലി വ്യത്യസ്തനാണ്. ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച ടെസ്റ്റ് ക്യാപ്റ്റൻ, 40 വിജയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ നേടിയത്. വിദേശ മണ്ണുകളിൽ പോയി മത്സരങ്ങൾ എങ്ങനെ ജയിക്കാമെന്ന് ടീമിന് കാണിച്ചു കൊടുത്തത് വിരാട് കോഹ്ലി. പിന്നെ അതുപോലെ തന്നെ ഫിറ്റ്നസ് സംസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് കൊണ്ടുവന്നത് വിരാട് കോഹ്ലിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുവരെ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ പ്ലേയേഴ്സിൻ്റെ ഫിറ്റ്നസ് അത്ര മികച്ചതൊന്നും ആയിരുന്നില്ല. എന്നാൽ അദ്ദേഹം ക്യാപ്റ്റൻസിൽ വന്നതിന് ശേഷം പ്ലേയേഴ്സിൻ്റെ ഫിറ്റ്നസ് മെച്ചപ്പെടുത്താൻ ഒരുപാട് സഹായിച്ചു. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പലരും ചോദിച്ചേക്കാം, എന്തുകൊണ്ട് രോഹിത് ശർമ്മയെ ഉൾപ്പെടുത്തിയില്ല? അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ തന്നെയല്ലേ, അദ്ദേഹം ഒരു പോസ്റ്റർ ബോയ് അല്ലേ? ശരിയാണ്, രോഹിത് ശർമ്മ ഒരു മികച്ച പ്ലെയർ തന്നെയാണ്. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ്സ് അപാരം തന്നെയാണ്. പക്ഷേ ഞാൻ വിരാട് കോഹ്ലിയെ സെലക്ട് ചെയ്യാൻ കാരണം അദ്ദേഹം ഒരു ഓൾ ഫോർമാറ്റ് പ്ലെയറാണ്. ടെസ്റ്റിലും ഏകദിനത്തിലും T20യിലും ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ആവറേജ് 50+ ആയിരുന്നു. രോഹിത് ശർമ്മ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ ഒരു ലെജൻഡ് തന്നെയാണ്. പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ടെസ്റ്റിൽ അത്ര വലിയ മികച്ച ഒരു പ്ലെയർ ഒന്നും ആയിരുന്നില്ലെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പോസ്റ്റർ ബോയ്സിൽ രോഹിത് ശർമ്മയെ ഉൾപ്പെടുത്താൻ.
ഇനി ഒരു ചോദ്യം, ശരിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഒരു പോസ്റ്റർ ബോയുടെ ആവശ്യമുണ്ട്? ഉത്തരം ഉണ്ടെന്ന് തന്നെയാണ്. ഒരു ഉദാഹരണം പറയാം. BCCIയുടെ റവന്യൂവിൻ്റെ മൊത്തം ശതമാനത്തിൽ 80% വരുന്നത് IPL നിന്നാണ്. ഈ IPL മത്സരങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് വരുന്നത് ഈ പറയുന്ന ഏതെങ്കിലും സൂപ്പർ സ്റ്റാർ ഭാഗമായിട്ടുള്ള ടീം കളിക്കുമ്പോൾ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. അതായത് IPL മത്സരങ്ങൾ നടക്കുമ്പോൾ രോഹിത് ശർമ്മ ഭാഗമായ മുംബൈ ഇന്ത്യൻസ്, അതല്ലെങ്കിൽ വിരാട് കോഹ്ലി ഭാഗമായ RCB, അതും അല്ലെങ്കിൽ ധോണി ഭാഗമായ ചെന്നൈ സൂപ്പർ കിങ്സ്, ഈ 3 ടീമുകളുടെ മത്സരങ്ങൾ സാധാരണ നടക്കുന്നത് ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഒരു ശനിയാഴ്ച അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച. കാരണം ഈ 3 ദിവസങ്ങളിൽ വ്യൂവർഷിപ്പ് വളരെ കൂടുതലായിരിക്കും. വെള്ളിയാഴ്ച ഒരു വീക്കെൻഡാണ്, പിറ്റേ ദിവസം ജോലി ഇല്ലാത്തതുകൊണ്ട് ആളുകൾ എന്തായാലും IPL കാണാൻ വേണ്ടിയിരിക്കും. ശനിയാഴ്ച അതുപോലെ തന്നെ, ഞായറാഴ്ചയും വീക്കെൻഡ് ഭാഗമായതുകൊണ്ട് ഈ 3 ദിവസങ്ങളിൽ വ്യൂവർഷിപ്പ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ വ്യൂവർഷിപ്പ് എത്രയും മാക്സിമം കൂട്ടാവോ അത്രയും കൂട്ടും. കാര്യം ചാനലിനും BCCIക്കും അതിൽ നിന്ന് റവന്യൂ ഉണ്ടാകും. അതായത് ഇപ്പോൾ ഒരു പഞ്ചാബ് വേഴ്സസ് LSG മാച്ച്, ആ മാച്ചിൻ്റെ വ്യൂവർഷിപ്പും ഒരു ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് മാച്ചിൻ്റെ വ്യൂവർഷിപ്പും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന സ്റ്റാർസ് ആൾക്കാരെ കളിയിലേക്ക് ആകർഷിക്കാനും ഗ്രൗണ്ടിലേക്ക് ആളുകളെ കൊണ്ടുവരാനും അവരുടെ ആ ഒരു കഴിവ്. അങ്ങനെയുള്ള താരങ്ങളെ BCCI ഇനിയും വളർത്തിക്കൊണ്ടുവരും. കാര്യം അവർക്ക് കൂടുതൽ പൈസ കിട്ടണമെങ്കിൽ, അവർക്ക് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റാർസ് ആവശ്യമാണ്. ഇതിപ്പോൾ ഞാൻ ഇത്രയും പറയാൻ കാരണം, ഇപ്പോൾ BCCI അടുത്ത പോസ്റ്റർ ബോയ് എന്നുള്ള രീതിയിൽ ശുഭ്മാൻ ഗില്ലിനെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ശുഭ്മാൻ ഗിൽ ഒരു ഓൾ ഫോർമാറ്റ് പ്ലെയർ അല്ല. ഇപ്പോൾ വിരാട് കോഹ്ലി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം T20ക്ക് പറ്റിയ പ്ലെയറാണ്, ODIക്ക് പറ്റിയ പ്ലെയറാണ്, ടെസ്റ്റ് ക്രിക്കറ്റിന് പറ്റിയ പ്ലെയറാണ്. പക്ഷേ ശുഭ്മാൻ ഗില്ലിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ മാറുന്ന T20 ക്രിക്കറ്റിൽ ശുഭ്മാൻ ഗിൽ ഒരു നല്ല T20 പ്ലെയറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈസ് എ ബ്രില്യൻ ബാറ്റ്സ്മാൻ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ആവറേജും അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റും T20 എടുത്ത് നോക്കുക, ഒരിക്കലും T20ക്ക് പറ്റിയൊരു ബാറ്റ്സ്മാൻ അല്ല ശുഭ്മാൻ ഗിൽ. എന്തായാലും അടുത്ത T20 വേൾഡ് കപ്പിലുള്ള ടീമിൽ നിന്നും ശുഭ്മാൻ ഗില്ലിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ചിലർ പറയുന്നു പരിക്കാണെന്ന്, ചിലർ ഫോമാണെന്ന് പറയുന്നു. പക്ഷേ എന്തായാലും BCCIക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനും ഒരു പോസ്റ്റർ ബോയ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആരായിരിക്കും അടുത്ത ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പോസ്റ്റർ ബോയ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.